പതിവ് പോലെ ടീംസ് എല്ലാം ഇതേ വീടിന്റെ പുറത്ത് വന്ന് നിൽപ്പുണ്ട്. വണ്ടിക്കകത്ത് ഡീസലും അടിക്കുന്നുണ്ട്. എങ്ങോട്ടോ ട്രിപ്പ് പോകാനാ. എന്തായാലും മിക്കവാറും ഓഫ് റോഡ് ആയിരിക്കും. കുറച്ചു നാളായി ഉറുമ്പിക്കര കയറിയിട്ടെന്ന് ഇവന്മാര് പറയുകയും ചെയ്തു. മിക്കവാറും ഉറുമ്പിക്കരയ്ക്ക് തന്നെ ആയിരിക്കും. എന്തായാലും വണ്ടി കയറി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വണ്ടി ഇനി ഉറുമ്പിക്കരയ്ക്കാണ്. ഒരുത്തനൂടെ വരാനുണ്ടെന്ന് അവനെ നോക്കി വഴി കിടന്നു. അപ്പത്തേക്കും അവൻ എത്തി. ഇനിയിപ്പോ നേരെ ഉറുമ്പിക്കരയ്ക്ക്. അങ്ങനെ വണ്ടി എടുത്തു. എന്തായാലും കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ ഉറുമ്പിക്കരയ്ക്ക് ഇവന്മാരെ വിളിച്ചോണ്ട് പോകാത്തതിന്റെ ഒരു പരാതിയുണ്ട്. അതെന്തായാലും ഇന്ന് തീർത്തേക്കാന്ന് ഓർത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി നേരെ ഉറുമ്പിക്കരയ്ക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ അളിയന്റെ ചായക്കട എത്തി. എന്തായാലും ഇന്ന് അവിടെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. നേരെ മുന്നോട്ടെടുത്തു. അതിന്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വെള്ളം പോകുന്ന ചാലുണ്ട്. വണ്ടി കുറച്ചു നേരം അവിടെ നിർത്തി. പുറത്തിറങ്ങിയപ്പോ തന്നെ ഫോട്ടോഷൂട്ട് എന്ന രീതിക്ക് എല്ലാം കൂടെ വട്ടം കൂടി നിപ്പുണ്ട്. ആർക്കും മനസ്സിലാകത്തില്ലല്ലോ. പിന്നെ പഴയ തേയില ഫാക്ടറി എല്ലാം കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് പോയി. അങ്ങനെ ഓഫ് റോഡ് തുടങ്ങുന്നതിന് മുമ്പായി ഇച്ചാപ്പി ഫ്രണ്ട് ഗിയറിലോട്ട് അങ്ങ് മാറ്റി. ഇനിയിപ്പോ ഇവിടുന്ന് കുലുങ്ങി കയറിപ്പോവാം. ഇന്നത്തെ ദിവസമാണെങ്കിൽ നമുക്ക് സമയം വളരെ കുറവാണ്. കൂടെയുള്ള ഷറവിനാണെങ്കിൽ തിരിച്ച് ചെന്നൈക്ക് പോകണം. മുണ്ടക്കയത്ത് നിന്ന് വൈകിട്ട് 5:30 ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയിട്ട് എപ്പോൾ എത്തുമെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ സ്ഥിരം നിർത്താറുള്ള സ്പോട്ടിലെത്തി. ഇനി ഇവിടെ കുറച്ചു നേരം റെസ്റ്റ്. ഉറുമ്പിക്കരയ്ക്ക് എപ്പോൾ വന്നാലും ഇവിടെ ഇറങ്ങി കുറച്ചു നേരം ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കി വർത്താനം പറഞ്ഞ് നിൽക്കും. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തു. അപ്പത്തേക്കും രണ്ടവന്മാർ മുന്നേ നടന്നങ്ങ് പോയിട്ടുണ്ട്. ഉറുമ്പിക്കരയ്ക്ക് എപ്പോൾ വന്നാലും ഇക്കാമോൻ ഇച്ചിരി നടത്തം കൂടുതലാണ്. ഈ വട്ടം കൂട്ട് കിട്ടിയത് ഷറവിനെ. രണ്ടവന്മാരും മുന്നേ നടപ്പുണ്ട്. നമ്മൾ പുറകെ ജീപ്പിനുമുണ്ട്. ഷറവാണെ നടന്നു മടുത്തു. ഇക്കാമോനാണെ കയ്യിന്ന് വിടുന്നുമില്ല. പിടിച്ചു വലിച്ചോണ്ട് നടക്കുക. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടും വന്ന് വണ്ടി കയറിക്കോളും. അങ്ങനെ രണ്ടും നടന്നു മടുത്ത് ഒരു വഴിക്കെത്തി. വന്ന് ജീപ്പേ കയറിയിട്ടുണ്ട്. ഇതുവരെ കാലാവസ്ഥ എന്തായാലും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം വെയിലും അത്യാവശ്യം തണുപ്പും തന്നെ. ഇനി മുന്നോട്ട് കയറി ചെല്ലുമ്പോൾ അറിയാം മഴ പെയ്യുവോ ഇല്ലയോ എന്ന്. അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ കുറെ ഓഫ് റോഡ് കയറാൻ വേണ്ടി ബൈക്കിന് ടീംസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ആ ബൈക്കിൽ പോകുന്ന കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കി നിന്നു. അങ്ങനെ ടീംസ് ബൈക്കിൽ പോകുന്ന കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്നു. അപ്പോഴത്തേക്കും കൂടെ ഉള്ളവന്മാർ ഇറങ്ങി നടക്കാനും തുടങ്ങി. ഇവന്മാർക്ക് നടപ്പിൽ എന്തോ പറ്റിയിട്ടുണ്ട് ഈ വട്ടം. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങാത്ത ഇച്ചാപ്പം വരെ വണ്ടി ഇട്ടിട്ട് ഈ വട്ടം നടക്കാൻ തുടങ്ങി. എന്താണോ എന്തോ. പകുതി വരെ നടന്നതിന് ശേഷം ഇച്ചാപ്പൻ തിരിച്ചിറങ്ങി വന്നു. വണ്ടി തന്നെ ഓടിച്ചോളാന്ന് പറഞ്ഞു. അവൻ നടപ്പ് മതിയാക്കി. കൂടെ ഉള്ളവന്മാരാണെങ്കിൽ പിന്നെയും നടപ്പ് തന്നെ. അങ്ങനെ തൊട്ട് മുകളിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ ജീപ്പ് ഒരു സൈഡാക്കി. അപ്പോൾ ആ ബൈക്കിൽ വന്ന ടീംസ് എല്ലാം അവിടെ നിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചു നേരം നിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ വണ്ടി എടുത്തു. അങ്ങനെ കാലാവസ്ഥയൊക്കെ മാറി. ചെറിയ മഴ പെയ്യാനും തുടങ്ങി. നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഇവിടെ കുറച്ചു നേരം വണ്ടി ഒതുക്കി. എന്തായാലും നല്ല മഴയുമുണ്ട്. മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇറങ്ങി നിന്നു. ആ മഴ അധിക സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ മഴ അങ്ങ് മാറി. പിന്നെ നമ്മുടെ പുറകെ വന്ന ബൈക്കിലെ ടീംസ് അവര് കയറിപ്പോയി. കാഴ്ച കണ്ടുകൊണ്ടിരുന്നവന്മാരെ ഒരു വിധത്തിൽ പിടിച്ച് വണ്ടി കയറ്റി. അവിടുന്ന് നേരെ വണ്ടി എടുത്തു. ഇവിടുന്ന് ഇനി നല്ല കിടിലൻ കട്ട ഓഫ് റോഡാണ് തുടങ്ങുന്നത്. അങ്ങനെ അധികം പെട്ട് കിടക്കാതെ അവിടവും കടന്ന് നമ്മൾ മുകളിൽ കയറി. ഇനി വണ്ടി കുറച്ചു നേരം തണുപ്പിച്ചേക്കാന്ന് ഓർത്തു. ഈ സമയം കൊണ്ട് താഴെ നിന്ന് ബൈക്ക് റൈഡേഴ്സ് കയറി വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ കാഴ്ചകൾ കണ്ട് അങ്ങനെ നിന്നവിടെ. ഇതെല്ലാം കണ്ടോണ്ട് വന്നപ്പോഴത്തേക്കും ഇച്ചാപ്പൻ ജീപ്പ് എടുത്തോണ്ട് നേരെ കയറിപ്പോയിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് മോള് വരെ അങ്ങ് എത്തി. എന്തായാലും മലയുടെ മുകളിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ടാണെങ്കിൽ ആ ബൈക്ക് റൈഡേഴ്സ് എല്ലാം തിരിച്ചു പോകുന്നതും കാണാമായിരുന്നു. എന്തായാലും ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം നേരെ വണ്ടി എടുത്തു. അങ്ങനെ ചെറിയൊരു വെള്ളത്തിന്റെ കനാലും മറികടന്ന് ചെന്നപ്പോൾ നല്ല തണുപ്പ്. വണ്ടി സൈഡ് ഒതുക്കി. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് മഞ്ഞൊക്കെ ആസ്വദിച്ചേക്കാന്ന് വെച്ചു. അങ്ങനെ കോടയൊക്കെ കണ്ടു നിന്നു. ഓരോരുത്തരായിട്ട് പല വഴിക്കായിട്ട് പോകാനും തുടങ്ങി. അങ്ങനെ മഞ്ഞും തണുപ്പും കൂടി വന്നപ്പോഴത്തേക്കും വണ്ടി എടുത്തു. എന്തായാലും മുന്നോട്ട് ചെല്ലും തോറും മഴയും പെയ്യാൻ തുടങ്ങി. കാലാവസ്ഥ ആകെ മാറി.
നല്ല മഴ, നല്ല തണുപ്പ്, നല്ല മഞ്ഞും. എത്രയും പെട്ടെന്ന് കുട്ടിക്കാനും പിടിക്കാനുള്ള ധൃതിയിലായി ഞങ്ങളെല്ലാവരും. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം എത്തി. ഇനി ഇവിടെ കുറച്ചു നേരം നിന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയേക്കാന്ന് വെച്ചു.